ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞു. ഇനി എക്സാം ഈ തിങ്കളാഴ്ചയാണ്. ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്, 1-ാം. അപ്പോൾ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതും പിന്നെ നിങ്ങൾ കുറേ പേര് പല വീഡിയോസിന് താഴെയും കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തരുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എല്ലാ വീഡിയോസിനെയും താഴെയും കണ്ടിട്ടുള്ള ഒരു കമൻറ്റാണ്, പലരും അയക്കുന്ന കമൻറ്റാണ്. ഇനി പഠിച്ചാൽ A+ കിട്ടുമോ ചേച്ചി? അതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ പറയാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ എവിടെ വരെ പഠിച്ചു, എത്ര പഠിച്ചു, നിങ്ങൾക്ക് എത്ര ഓർമ്മ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങളൊന്ന് എക്സാമിന് കുത്തിയിരുന്ന് ആലോചിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ട് പഠിച്ചു തുടങ്ങിയില്ല എന്നൊക്കെയുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ അത് കുറച്ച് റിവിഷൻ അതൊന്നൊന്നുമല്ല ഞാൻ പറയണത്. അത് പുതിയത് പഠിക്കാനുണ്ട്, അത് റിവൈസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല പാട് തന്നെയാണ്. നിങ്ങൾ തലകുത്തി നിൽക്കേണ്ടി വരും. ഞാൻ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, മിറാക്കിൾ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിന്നെ ഉള്ളവർ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കണവർ, ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാം പറയുന്നത് നിങ്ങൾ ഒരു രാത്രി കൊണ്ട് പഠിച്ചെടുക്കുന്നതാണ്, അതും 2 സബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ നിന്ന് ചിന്തിക്കുക. പിന്നെ നിങ്ങൾ ആ എക്സാമിൻ്റെ മിഡിലേക്ക് ആദ്യത്തെ 2 ദിവസങ്ങളൊക്കെ നിങ്ങൾ നന്നായി പോയിട്ടുണ്ടാവും. ഒരു മിഡിൽ വെനസ്ഡേ തേഴ്സ്ഡേക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡൊക്കെ കുറയും. അത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് അത്ര സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ 3 മോഡൽ എക്സാമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് മിക്ക പേരും എന്താ പറയുക, നിങ്ങൾക്ക് നല്ലോണം മാർക്ക് പിടിച്ചിട്ടാണ് ഇടുക. അപ്പോൾ മോഡൽ എക്സാമിന് നല്ലോണം മാർക്ക് കുറഞ്ഞവർക്കൊക്കെ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾ നോക്കുക വേണ്ട, അത് ഇവിടെ ഈ ലിസ്റ്റിലേ പെടുന്നില്ല. അതിലല്ല നിങ്ങളുടെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ റിവിഷനൊക്കെ കഴിഞ്ഞ് പക്ഷേ കോൺഫിഡൻസ് ഇല്ല, പിന്നെ റിവിഷൻ കഴിഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല, അതൊക്കെ പേടിയാണ് കേട്ടോ, വെറുതെ ഉള്ള പേടിയാണ്. നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ കിട്ടുക ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ എക്സാം ഡേയ്സിൻ്റെ ഇടയിൽ നിങ്ങൾ തലകുത്തി ഏത് നേരവും ഈ ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. ഞാനൊക്കെ നല്ല എന്താ പറയുക ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ എക്സാമിൻ്റെ സമയം. ശരിക്കും ഞാൻ എൻ്റെ SSLC എക്സാം ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് എഴുതിയത്. പിന്നെ എനിക്ക് ആ സോഷ്യൽ എക്സാമിൻ്റെ അവസാനം അന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് സോഷ്യൽ എക്സാമിന് അന്ന് രാവിലെ നേരത്തെ എണീച്ച് ഞാൻ പഠിക്കാതിരിക്കുകയായിരുന്നു, ലാസ്റ്റ് എക്സാം അല്ലേ പറഞ്ഞിട്ട്. പക്ഷേ ലാസ്റ്റ് എക്സാമിന് അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മടി ഉണ്ടായിരുന്നത്. ഞാൻ അത്രയും ദിവസം ഉണ്ടായില്ല, ആ ദിവസമാണ് എന്തൊക്കെയോ പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പേടിക്കേണ്ടത് മടീനെയാണ്. നിങ്ങൾ അവസാനം ആകുമ്പോൾ ചിലപ്പോൾ മടുത്തുനിന്ന് വരും, മിക്ക പേർക്കും മടുത്തുനിന്ന് വരും. മടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡ് കിട്ടായൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ നോക്കുക. അപ്പം മടുപ്പ് വരാതിരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഉള്ള ദിവസങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് വേണം ഇരിക്കാൻ, പറഞ്ഞാൽ എൻജോയ് ചെയ്ത് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാനിങ്ങനെ ചെയ്തിരുന്നു. ഒരു എക്സാം വെച്ചിട്ട് പറയാം. ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ച എനിക്ക് എക്സാം ഉണ്ട്, ഉച്ച വരെയാണ് എക്സാം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത എക്സാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം വേഗം വീട്ടിലെത്തിയതിന് ശേഷം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ കഴിക്കാൻ എന്തൊക്കെയുള്ള ചാക്ക് അങ്ങനത്തെ പണികളെല്ലാം തീർത്തിട്ട് 1 മണിക്കൂർ തന്നെ ഞാൻ ഫോൺ നോക്കിയിരിക്കും. 1 മണിക്കൂറിൽ 1/2 മണിക്കൂർ ചിലപ്പോൾ എങ്ങനെയാ വെച്ചായിരിക്കും. പിന്നെ ഞാൻ 2 മണിക്കൂർ കടന്നുറങ്ങും, 2 അല്ലെങ്കിൽ 1.5 മണിക്കൂർ കടന്നുറങ്ങും. എന്നിട്ട് ഞാനൊരു 4-4:30 ആകുമ്പോൾ എണീറ്റിട്ട് ഒരു മണിക്കൂർ കുറച്ച് ഈസി ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ഈസിയുള്ള സബ്ജക്റ്റ് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് വേഗം വായിച്ച് തീർക്കാൻ പറ്റുന്ന വെറും തിയറി മാത്രമുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം തീർക്കും. എനിക്ക് ഈസി ഉള്ളത് ഏതാണോ അത് ഞാൻ വേഗം തീർക്കും. എന്നിട്ട് ഞാനൊരു 5:30-5:45 ആകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നടക്കാനൊക്കെ പോകും. അവിടെ പാടത്ത് പിന്നെ വൈകുന്നേരം നല്ല കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ നടക്കാനൊക്കെ പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബൂസ്റ്റ് കുടിക്കുക. ഞാൻ എക്സാം ടൈം ആകുമ്പോൾ മാത്രം ഇങ്ങനെ ബൂസ്റ്റൊക്കെ വാങ്ങി കുടിക്കുക കേട്ടോ. ബൂസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കുടിക്കാറില്ല. ഞാൻ ഈ എക്സാമിൻ്റെ സമയം മാത്രം കുടിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വേണം നമ്മളിങ്ങനെ ഈ ടൈമിലൊക്കെ കഴിക്കുക. എന്താ വെച്ചാൽ നമ്മുടെ മൂഡ് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ സത്യമായിട്ടും എന്താ വെച്ചാൽ എനിക്ക് ഈ +1 ക്രിസ്മസ് എക്സാമിന് വരെ എനിക്ക് ഈ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വേഗം നമുക്ക് മടുപ്പ് വന്നു. ആ ടൈം ടേബിൾ അത്രയ്ക്ക് ഒരു ജാതി ടൈം ടേബിളായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ വേഗം മടുപ്പ് വന്നു. അവസാനത്തെ എക്സാം അല്ല, അവസാനത്തെ 3 എക്സാം മുന്നേ എനിക്ക് ആദ്യത്തെ 2 എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മടുത്തു. ടൈം ടേബിൾ അത്രയ്ക്ക് സ്ട്രെസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒക്കെ ടൈം ടേബിൾ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ SSLC പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയിലൊക്കെ ലീവ് ഉണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയി പോകരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ട് നിങ്ങൾ ആ ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ SSLC എൻജോയബിൾ ആയിരുന്നു ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുക. എനിക്ക് പറഞ്ഞ ഫുഡ് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അത് ഒരു റിവാർഡ് പോലെയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയുക നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ. പിന്നെ ഞാൻ നടന്നു പോയി വന്നതിന് ശേഷം
അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കാരണം ഞാൻ ബ്രേക്ക് എടുക്കും, ഇങ്ങനെ ബൂസ്റ്റ് കുടിക്കാനും പിന്നെ അങ്ങനെ വല്ലതും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രേക്ക് എടുക്കുന്ന സമയം ഞാൻ അങ്ങനെ ഫോൺ നോക്കും. ആ സമയം ഞാൻ ഫോണിൽ എന്താ കാണുക വെച്ചാൽ സാധാ റീൽസ് ഒന്നുമല്ല നോക്കുക, നമ്മളിനി അടുത്തത് പഠിക്കാനായിരിക്കാൻ പോകണം. അപ്പോൾ കുറച്ച് മോട്ടിവേഷൻ വേണം. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടായാലും നിങ്ങൾ ഇനിയും അതിന് കൂട്ടുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ASMR വീഡിയോസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാണും. പിന്നെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി വ്ളോഗ്, അല്ലെങ്കിൽ എക്സാം വീക്ക് വ്ളോഗ്, സ്പെഷ്യലി ഞാൻ അതാ കാണും, എക്സാം വീക്ക് വ്ളോഗ്. അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ സ്പെഷ്യലി നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കാര്യത്തിൽ, ഈ ഒരു ജേണിയിൽ പലരും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പഠിക്കുകയൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാവും. എന്നാലും നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവരും ഇങ്ങനെ എക്സാം വീക്കിലൂടെ പോവുകയാണെന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. നമ്മുടെ കൂടെ നമ്മൾ കൺമുന്നിൽ കാണുകയാണെങ്കിൽ നമുക്കൊരു റിലീഫ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എക്സാം ഡേയ്സിന്, ആ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്തത്, മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാർച്ച് 3-ാം തീയതി തുടങ്ങിച്ചാൽ ഞങ്ങൾക്ക് 3-ാം തീയതി തുടങ്ങിയിട്ട് 23-ാം തീയതി വരെയായിരുന്നു, കറക്റ്റ് 20 ദിവസം. ഈ ഒരു 20 ദിവസം നിങ്ങളൊന്നും കുറച്ച് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഫുൾ എൻജോയ് ചെയ്യാമല്ലോ. 10th കഴിഞ്ഞു, നിങ്ങളുടെ പാരൻസ് എന്തായാലും പിടിച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കും. 3 മാസം നിങ്ങൾക്ക് ഓൾറെഡി ലീവ് ഉണ്ട്. നിങ്ങൾക്ക് ആ 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും മടുക്കും, വീട്ടിലിരുന്നിരുന്ന് മടുക്കും. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായി, വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ ഈ ഒരു 20 ദിവസം നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളത് മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. പിന്നെ ഈ ഒരു പേര് FullA+, അത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും, സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങണം. ശരിയാണ്, അതൊരു പ്രൗഡ് മൊമെൻ്റാണ്, ഒരു അച്ചീവ്മെൻ്റാണ്. പക്ഷേ അതില്ല. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അത് കിട്ടിയാലേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് അപ്പോഴേ FullA+ ഉണ്ടായാലേ കിട്ടുള്ളൂ. സയൻസ് എടുക്കണമെങ്കിൽ FullA+ വേണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുറ്റുള്ളവർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, FullA+ ആയിട്ട് സയൻസ് കിട്ടിയില്ല, കോമേഴ്സ് കിട്ടിയില്ല, ആ സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയില്ല. അത് സത്യം പറഞ്ഞാൽ FullA+ലല്ല നിങ്ങളുടെ, സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കൂടുതലും പോയിൻറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് ഫാക്ടേഴ്സിലാണ്. അല്ലാതെ നിങ്ങൾ FullA+ൻ്റെ ഇതിലല്ല. FullA+ നിങ്ങൾ ഒരു പോയിൻറ്റ് കൂടും, അത്രയേ ഉള്ളൂ. അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് ഫാക്ടേഴ്സിലാണ്. അത് ഏതൊക്കെയാണ് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ JRC, ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, പിന്നെ വേറെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ സയൻസ് ക്ലബ്ബ് ഇത് അങ്ങനത്തെ ക്ലബ്ബ് ഉണ്ടാവില്ല, അതിലുള്ളവർക്ക് എത്രയോ പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ +1 +2 നോക്കണമെന്ന് വെച്ചാൽ അവിടെയും പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ വീടുള്ള നിങ്ങളുടെ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ കൊടുത്ത അഡ്രസ്സ്, അതിൻ്റെ അടുത്തുള്ള സ്കൂളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. അതിനൊക്കെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യണത്, അല്ലാതെ FullA+ലല്ല. അതാണ് ഈ ടീച്ചേഴ്സൊക്കെ പറയുന്നത്, സയൻസ് കിട്ടിയവർക്ക് FullA+ കിട്ടിയവർക്ക് സയൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് എൻറ്റയർലി അതിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ എന്തോ 1-2 പോയിൻറ്റ്സ് ഉണ്ട്. മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെയും പിന്നെ മറ്റ് എഡ്യൂക്കേഷണൽ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കമൻറ്റാണ്. അതിപ്പോൾ SSLC എക്സാം ആവുന്ന സമയം മാത്രമല്ല, അതിൻ്റെ മുന്നത്തെ ക്രിസ്മസ് ആയാലും, ഓൺ എക്സാം ആയാലും, മോഡൽ എക്സാം ആയാലും, എപ്പോൾ ആയാലും കാണുന്നൊരു കമൻറ്റാണ്, സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കനോട്ട് ഡിസൈഡ് മൈ ഫ്യൂച്ചർ. അത് ശരിയാണ്, ഒരു എക്സ്റ്റെൻറ്റ് വരെ ശരിയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൂടിയും പറഞ്ഞതേ ഉള്ളൂ FullA+ൻ്റെ കാര്യം. പക്ഷേ നിങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, +1 +2 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഹോപ്പൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങളവിടെ പോയി കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് വിളിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. അതും പ്രത്യേകിച്ച് സയൻസ് എടുത്തവരൊക്കെ ആണെങ്കിൽ. ഞാൻ സയൻസിനെ കൂട്ടി പറയല്ല, ഞാൻ അത് കൂടെ പോയതുകൊണ്ടാണ്, ഞാൻ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +1 +2 വിചാരിക്കുന്ന പോലെയല്ല, ഫുള്ളി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ FullA+ എന്നുള്ള ചിന്തന ഇനിയിപ്പോൾ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ +1 +2ലൊക്കെ പാറ്റേൺ നല്ല ചേഞ്ച് ആവുന്നുണ്ട്, പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം, പ്രത്യേകിച്ച് ഈ ഒരു ടൈം, പല മാറ്റങ്ങളും വരുന്ന സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ 10th എന്ന് പറയുന്നത് ഒരു നല്ല ചാൻസ് ആണത്. അപ്പോൾ നിങ്ങളത് കയ്യിൽ നിന്ന് വിട്ടു പോകാൻ നോക്കുക. പിന്നെന്താ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ ഇങ്ങനെ ബൂസ്റ്റർ ലൈവ് മാരത്തോൺ അങ്ങനത്തെ ഒക്കെ കാണുന്നത് നല്ലതാണോ, ബെനിഫിഷ്യലാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കണ്ടിട്ടല്ല കേട്ടോ. ഞാൻ ബൈ ഹാർട്ട് പഠിച്ച ആളാണ്. ഞാൻ സോഷ്യൽ എൻ്റെ ലൈഫിൽ ഞാനൊരു വീഡിയോയും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത്, എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നതാണ്,
നിങ്ങൾക്ക് സോഷ്യലൊക്കെ നോക്കേണ്ട ആവശ്യമില്ല, അത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കഥ പോലെ മനസ്സിലാക്കി എഴുതുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഒരു സാധാ കുട്ടി, ഞാനിങ്ങനെ കഥ ഇമാജിനേഷനൊന്നും വെച്ച് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഞാനൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ്, ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും കാണാറുണ്ടായില്ല. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതൊക്കെ നിങ്ങളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചെയ്യുമല്ലോ, അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ SSLCക്ക് അന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് എക്സാമിനർ അലക്സ് സാറിൻ്റെ ഫിസിക്സ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്ന വീഡിയോ ആയിരുന്നു, അത് കണ്ടു ഞാൻ. അത് ഓൾറെഡി റെക്കോർഡഡ് ആയിരുന്നു തോന്നുന്നു, തലേന്നൊറ്റോ ലൈവ് വിട്ടതായിരുന്നു, ഞാൻ അതിരുന്ന് കണ്ടു. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ സോഷ്യലും മാത്സൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതും പിന്നെ ലാംഗ്വേജസ് ഒക്കെ സെപ്പറേറ്റ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇപ്പോൾ ഞാൻ ചെയ്തത് ടെക്സ്റ്റ് വായിക്കുക, പിന്നെ ഗൈഡിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ ഗ്രാമർ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഫ്രേസൽ വേർബ്സ്, അത് നിങ്ങൾ 20-21 ഫ്രേസൽ വേർബ്സ് അതിൻ്റെ മീനിങ് ബൈ ഹാർട്ട് പഠിക്കുക. ഞങ്ങളുടെ ടീച്ചർ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങളുടെ ടീച്ചർ നമുക്ക് ക്രിസ്മസ് എക്സാം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ 21 ഫ്രേസൽ വേർബ്സ് ടീച്ചർ തന്നെ എടുത്ത് തന്നു. എന്നിട്ട് അതെല്ലാം ദിവസവും ചോദിക്കാൻ 5 എണ്ണം വീതം ചോദിക്കുന്നിട്ട് ഞങ്ങൾ അതെല്ലാം ദിവസം നോക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രേസൽ വേർബ്സിനൊന്നും എനിക്ക് മാർക്ക് പോയിട്ടുണ്ടാവും തോന്നുന്നു. എനിക്ക് ഈസി ആയിരുന്നു അത്. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാംസ്.